Oh my god. നമുക്ക് ഇവിടെ നിൽക്കേണ്ട ഡേഞ്ചറാണ്. നോക്കി ബ്രോ വെച്ചൊന്നും പറഞ്ഞോ. എന്റെ ദൈവമേ ബ്രോ കണ്ട് സൈസ് ഉണ്ടോ? ഒന്ന് നൈറ്റ് ഷിഫ്റ്റ് കാണാൻ മുമ്പ് വരാൻ പറ്റുമോ? ലാസ്റ്റ് ആയിട്ട് ഒന്ന് വരാൻ പറ്റുമോ? വിളിച്ചു വരുത്താൻ കണ്ടന്റ് എങ്ങനെ കിട്ടും? കണ്ടന്റ് കിട്ടണ്ടേ? വിളിച്ചു വരുത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടന്റ് ആയിട്ട് എന്ത് ചെയ്യും? പറ്റുമോ? വെറുതെ ഇങ്ങനെ വിളിച്ചു പണിയാവുമ്പോ ലൈറ്റ് ഓൺ ചെയ്താല എനിക്കൊന്ന് കേൾക്കോ പറയുന്നത് ക്യാമറ കൂടെ ലൈറ്റ് ഓൺ ചെയ്താല അപ്പൊ വരത്തില്ല ക്യാമറയ്ക്ക് മുൻപിൽ അല്ലേ? കുഴപ്പമില്ല, വേണ്ട. ലൈറ്റ് ഓൺ ചെയ്തേ. ലൈറ്റ് ഓൺ ചെയ്തേ. ഓണാക്കി എന്റെ അമ്മ. പേടിയാവുന്നുണ്ട്. ഇരുട്ടൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തുവാ വലിയ കുഴപ്പമില്ല. അപ്പുറത്ത് വേറെ വീടില്ലാണോ ആ വീട്? ഞാൻ എവിടെയും കയറണം. അത് കാടോ? പോവാൻ പറ്റൂല. കാടാണ്. അങ്ങോട്ട് പോവാൻ പറ്റൂല. പോവാൻ പറ്റൂല. കാട്ടിക്കൂടെ അങ്ങോട്ട് പോവാൻ പറ്റൂല. കുറച്ച് അടുത്ത് വരാം. കുറച്ച് 2 സ്റ്റെപ്പ് ബാക്കി നമുക്ക് കിട്ടുന്നുണ്ട്. 2 സ്റ്റെപ്പ് ഒറ്റ അടുത്ത് വരാറുണ്ട്. അവർക്ക് എനിക്ക് അങ്ങനെ പോകാനല്ല, ഒത്തിരി അടുത്ത് വരുന്ന 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് ബാക്കി ഇരുന്നാൽ മതി. റെക്കോർഡിംഗ് അല്ലേ വീഡിയോ? സൈലന്റ് ആയിട്ടോ? എന്താ ചെയ്യാ? മൊത്തത്തിൽ ബ്ലാങ്ക് ആയാലേ ബ്രോ. ഇപ്പൊ ഫുൾ സൈലന്റ് ആയിട്ടിരിക്കുക. പക്ക സൈലന്റ് ആയിട്ട്, ഒരു കുഴപ്പമില്ലാതെ പക്ക സൈലന്റ് ആയിട്ടിരിക്കുക ഇപ്പൊ. ബ്രോ എന്താ ബ്രോ? അവിടെ നിക്കണ നോക്കണോ? ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അവിടെ നിക്കണ്ടായിരുന്നു. അവിടെ നിക്കണ്ടായിരുന്നു, ഞാൻ കണ്ടതാ. കൊറേ നേരിട്ട് അവിടെ ജനലിന്റെ അവിടെ നിപ്പുണ്ട് പറഞ്ഞിട്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ജനലിന്റെ അവിടെ ഇല്ല, അവൻ നിന്നില്ലേ ഈ വാതില് അവിടെ. രണ്ടാമത്തെ തവണ പറയുന്നത് അവിടെ എന്ത് നിപ്പുണ്ടെന്ന് പറയുന്നത്. കണ്ടോണ്ടല്ലേ ബ്രോ ഞാൻ പറഞ്ഞത്. തുടങ്ങി സൗണ്ട് ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. ആരത്? അപ്പുറത്ത് ഇറങ്ങി പോവാം കേട്ടോ, കയറി പോവാം. പക്ഷെ ഹലോ, ആരത്?
ഇല്ല അവിടുന്ന് കണ്ടെന്ന് പറഞ്ഞേ ആ ജനൽ അവിടുന്ന്. അത് നമ്മുടെ ഈ ഡോറില്ലേ അവിടെ നിന്നാ ആദ്യം കണ്ട ഈ ജനലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കണത്. ഇനിയിപ്പൊ ആ ഡോറിന്റെ അവിടെ നിക്കണ ആ ഇത് നമ്മുടെ ഡോറിന്റെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കൂലേ, അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കണ്. ശരിക്കും എന്താ പ്രോതിക്ക് കാണാക്ക. തിരിച്ച് അതിനെ പിടിക്കാൻ പറയാനുണ്ടോ ബ്രോയുടെ? നൈറ്റ് വിഷൻ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് പോകും കൈ തന്നേക്കുന്നത്. ഹലോ രണ്ട് പാമ്പിൻ്റെ പുറ്റി കേട്ടോ. ഞാൻ പറഞ്ഞ പാമ്പിടെ ഉറപ്പായിട്ടും കാണുമെന്നുള്ളത് കണ്ട്. എൻ്റെ പൊന്നു, ഓ മൈ ഗാഡ്, ഞാൻ പറഞ്ഞ ഉറപ്പായിട്ട് പാമ്പ് കാണുമെന്നുള്ളൂ. കുറേ മുമ്പേ സൗണ്ട് കേട്ട് എനിക്ക് പാമ്പിൻ്റെ. എൻ്റെ ദൈവമേ, ഇവിടെ ഇരിക്കണ്ട. കൊറേ നേരമായിട്ട് കൊറേ നേരമായി പേടിയാണ്ട് ശരിക്കും. മുട്ടാണ് മുട്ടാണ് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ? കല്ല് വന്ന് വരവാണ്. കല്ല് വന്ന വരവ് കണ്ടോ? എൻ്റെ ദൈവമേ, ജസ്റ്റ് മിസ്. ആരാ ബ്രോ? എനിക്കറിയാൻ വയ്യ. എൻ്റെ പൊന്ന് ദൈവമേ, പെണ്ണല്ലേ ഇവിടെ വായിച്ചെന്ന് പറഞ്ഞേ. എന്താ ചെയ്യാ? ഇപ്പഴേ പിടിച്ചേ, ഇപ്പൊ ഇങ്ങോട്ട് പിടിക്കും. ഇപ്പൊ വന്നിട്ട് സൗണ്ട് കേൾക്കുന്നതിനനുസരിച്ച് അതിന്റെ പുറകിന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ മാക്സിമം ഞങ്ങൾ വന്നിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. സോ പറ്റുന്ന വിധത്തിൽ മാക്സിമം ഞങ്ങൾ വന്നിട്ട് ക്യാപ്ചർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് സംഭവം. ഇതിലുപരി എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ലക്കോട്ടിരിക്കും, ക്യാപ്ചർ ആണോട്ടിരിക്കും. ബ്രോ ബ്രോ എത്തി നോക്കി ബ്രോ. ഇപ്പൊ എത്തി നോക്കി ബ്രോ. ഇതാണ് ഗൈസ്. ഇതിലുപരി വന്നിട്ട് എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല. കാരണം മറ്റൊരു രീതിയിൽ മാക്സിമം ഞാൻ ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇതിലുപരി ഇവിടെ ഒന്നും ഇല്ല. എൻ്റെ എനർജിക്ക് പറ്റുന്ന രീതിയിൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. എന്താ പറ്റി ബ്രോ? എന്താ പറ്റി? എന്താ പറ്റി ബ്രോ? ബ്രോ ബ്രോ വെള്ളം തീർന്നല്ലേ ബ്രോ?
ഒന്നുമില്ല, പേടിക്കണ്ട, ഒന്നുമില്ല. എന്തോ തലയ്ക്ക് വെള്ളമില്ലല്ലേ? വെള്ളമില്ല. എന്തു പറ്റി ബ്രോ? ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ഞാൻ പറഞ്ഞാണ് കഴിച്ചിട്ട് വരാൻ. കഴിക്കുന്ന ഇഷ്ടം 10,000 തവണ ഞാൻ പറഞ്ഞാണ് ബ്രോട്ട. ഇതിങ്ങനെ ഇത്ര കഷ്ടപ്പെട്ട എന്തിനാ? ആരെങ്കിലും എന്തേലും തന്നെണ്ട ബ്രോ? ഇത്ര കഷ്ടപ്പെട്ട് നെഗറ്റീവ് അടിക്കാൻ വേണ്ടി തന്നെ കുറെ പേര് വരാനുണ്ട്. എന്നിട്ട് ഇത്ര കിടന്ന് കഷ്ടപ്പെടണ്ടല്ലേ നിങ്ങള്? ബ്രോ എന്തു പറ്റി പറ ബ്രോ, എന്തു പറ്റി? പറഞ്ഞാണേ പോയോടെ പോവാന്ന് ഞാൻ പറഞ്ഞാണ്. ബ്രോ ബ്രോ ഒന്നുമില്ല. ഞാൻ വന്നിട്ട് വെറുതെ ഇട്ട് പോകാൻ പറ്റില്ല. ഇത്ര ദൂരം വന്നിട്ട് ഇത്ര വെറുതെ ഇട്ട് പോകാൻ പറ്റുന്നില്ല. ഇത്ര ദൂരം വന്നിട്ടേ നമ്മൾ ഇത്ര ദൂരം കേരളത്തിൽ നിന്ന് ട്രാവൽ ചെയ്ത് ഇവിടം വരെ വന്നിട്ട് വെറുതെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് നാക്ക് പോലും അടങ്ങുന്നില്ല. അമ്മാ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബ്രോ. അവന്റെ കണ്ടീഷൻ ഇപ്പൊ അങ്ങനെയാണ്. നമുക്ക് പോവാ ഇവിടെ നിന്ന്. നിക്കണ്ട, പറയണേക്ക് ബ്രോ. പറയണേക്ക് ബ്രോ. ഇല്ല എനിക്ക് പറഞ്ഞേ, എനിക്ക് ഒരു കാര്യം പറയട്ടെ. ഇത്രയും ദൂരം നമ്മൾ കഷ്ടപ്പെട്ട് കേരളത്തിൽ ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കാതെ പോകരുത്. എനർജിയൊക്കെ അല്ലെങ്കിൽ ബോഡി എനിക്ക് എന്തോ ഫീൽ ആവുന്നുണ്ട്. അത് ഇല്ലെന്ന് പറയത്തില്ല. ജീവൻ കളഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമുണ്ടാ? അതുകൊണ്ട് നോക്കാം. അല്ല പറ, ജീവൻ കളഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമുണ്ടാ? എന്താ പറയുന്നേ? ഇതുപോലെ തന്നെ ബ്രോനെ സ്നേഹിക്കണ കുറെ പേര് ബ്രോന്റെ കമന്റ് സെക്ഷനിൽ വന്ന് പറയുന്നുണ്ട്. ഞാൻ പറയണ നമുക്ക് ഇവിടെ നിന്ന് പോവാ. ഇതെന്റെ പേടി കൊണ്ടല്ല, എനിക്ക് ബ്രോന്റെ ആരോഗ്യമാണ് വലുത്. ഇങ്ങനെ ഈ കിടന്ന് കണ്ടന്റും പറഞ്ഞ് ഇങ്ങനെ ജീവൻ കളഞ്ഞ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്നിട്ട് അതെ, ഇങ്ങനെ തന്നെ വേണം. ഇതാണ് എനിക്ക് വേണ്ടത്. ഇത് ഞാൻ കഷ്ടപ്പെടുന്നത്. ബ്രോ മതി ബ്രോ, നമുക്ക് പോവോ ഇവിടെ നിന്ന്. ഇവിടെ നിക്കണ ഡേഞ്ചറാണ്. ഒന്നാമതെ അതിന്റെ കൂട്ടത്തിൽ ബ്രോ ഈ കണ്ടീഷന് എന്തെങ്കിലും ആരുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോകാൻ പോലും പണിയാണ്. കാരണം ഈ രാത്രി ഇവിടെ ഒറ്റ മനുഷ്യനില്ല. അത് ഈ ഉൾക്കാടിന്റെ ഉള്ളിലാകുമ്പോ വന്നാണ്. മതി, വാ പോവാ. പറയണേക്ക് ഇങ്ങനെ കിടന്ന് ചത്തടൊന്നും കാര്യമില്ല. ഇനിയും കണ്ടന്റ് വേണമെങ്കിൽ ബ്രോ ഇനിയും വേണം. ഇങ്ങനെ നീ ഇതാക്കി ചത്തടൊരു കാര്യമില്ല ബ്രോ. പറയണേക്ക് നമുക്ക് പോവാ. ഈ അവസ്ഥ കാണുമ്പില്ലേ എന്താ പന്നറിയോ? നിങ്ങൾ ഇത്ര കിടന്ന് കഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ വീട് ഫേക്കാന്ന് പറഞ്ഞ കുറെ ടീമുകളുണ്ട്. ഈ അടപ്പുണ്ടല്ലോ എന്റെ നേരെ അല്ല കാണിക്കേണ്ടത്, അവന്മാരുടെ നേരെ. കൊതുകിന്റെ ശല്യേ ഇത്രയും നമ്മള് പാണ്ടിട്ടിട്ടിരുന്നിട്ടും അതിലിടക്കൂടെ കടിക്കാൻ നോക്കുക. കൊതുകുകളുണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട് കൊതുകുകൾ. കണ്ടീഷൻ ഉള്ള സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് തിരിച്ചു അതുകൊണ്ട് കണ്ടീഷൻ പോയിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോഴേ ഇപ്പം നമ്മൾ ഈ കുറേ നാട്ടിൽ ഈ റൂം കറങ്ങിട്ടിരിക്കുക. അപ്പുറത്ത് പോവാം. അവിടെ പോയിട്ട് വീണ്ടും നമ്മൾ ലൈറ്റ് ക്യാമറ വെച്ചിട്ട് വീണ്ടും പിച്ച് ബ്ലാക്ക് ഇരുന്ന് നോക്കാം. എന്തെങ്കിലും ക്യാപ്ചർ ആണ് നോക്കാം. ഓക്കെ, അതുകൊണ്ടൊക്കെ പോവാം. ഓക്കെ
മതി ബ്രോ. വാ, വാ, വാ. വയ്യാണ്ടിരിക്കണേ. വേഗം പറയൂ, സൗണ്ട് കേൾക്കുന്നുണ്ട്. കേറി വാ അങ്ങോട്ട്, കേറി വാ അങ്ങോട്ട്. എന്റെ ദൈവമേ, ഓ മൈ ഗോഡ്, എന്റെ ദൈവമേ, ഓ മൈ ഗോഡ്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ. എന്താ ബ്രോ ഇത്? ബ്രോ നമുക്ക് പോവാ ബ്രോ. ഇവിടെ നിക്കണ്ട പറയണേ ബ്രോ, ഡേഞ്ചറാണ് ബ്രോ. ഇവിടെ ഒന്ന് അടങ്ങി നിക്കടോ എനിക്ക്. എന്റെ ദൈവമേ. ഇതെങ്ങനെയാന്ന് ബ്രോ? എനിക്കറിയാൻ വയ്യ, എനിക്ക് തിരിച്ചാൻ കിട്ടുന്നുണ്ട്. നോക്കിയോ നോക്കിയോ നോക്കി. എന്റെ മനസ്സൊന്ന് വീഴും പോവാ, എന്റെ മനസ്സൊന്ന് വീഴുന്നു പോവാ. Oh my god. ഞാൻ കിട്ടായിരുന്നോ? എന്താ ബ്രോ? ബ്രോ മതി ബ്രോ, നമുക്ക് പോവാ ബ്രോ. ബ്രോ എന്തോ ബ്രോ? പോവാ നമുക്ക്, ഇവിടെ നിൽക്ക് ഡേഞ്ചറാണ്. ഞാൻ പറഞ്ഞല്ലേ ബ്രോ പോവാ. ഏയ് എന്താ പൊന്ന് തേണ്ടി. എന്താ ബ്രോ ഇത്? പേടിയാ.
എന്റെ ദൈവമേ, അജു കേറുവാ അങ്ങോട്ട്, അതോട്ട് എന്താ കൈ കല്ല കൊണ്ട് ദൈവം, എന്റെ ദൈവമേ. എന്താ ബ്രോ ഇവിടെ വരുമ്പോ ഈ ആക്ടിവിറ്റീസ് കൂടുതലാണ് ട്ടോ. പോവാ ബ്രോ. ബ്രോന്റെതും എങ്ങനെ പറയാൻ മാറ്റി ബ്രോ. ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് അറ്റാക്ക് നടക്കുന്നുണ്ട്. അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു കാര്യം ചെയ്യാം, ലാസ്റ്റ് ആയിട്ട് ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം ചെയ്യാം, ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നൈറ്റ് വിഷൻ ക്യാമറ മാത്രം വെച്ചുകൊണ്ട് ഫുൾ വാച്ച് ചെയ്യാം. ഫുൾ വാച്ച് ചെയ്യാം. നൈറ്റ് വിഷൻ ക്യാമറ മാത്രം ഒരു അനക്കാൻ പഠിക്കാം. അവിടെ നൈറ്റ് വിഷൻ ക്യാമറ മാത്രം വെച്ചുകൊണ്ട് ഫുൾ വാച്ച് ചെയ്യാം. ഈ ഞങ്ങൾ ഏതെങ്കിലും റൂമിൽ മൂലയ്ക്ക് ഇരുന്നുകൊണ്ട് ഫുൾ വാച്ച് ചെയ്യാം. എന്താ ബ്രോ ഇത്? ഈ കല്ല് ഇപ്പൊ എവിടെ നിന്ന് വന്നേ? അരെ മോൻ പൊട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ ഇതെങ്ങനെ വന്ന്? അയ്യോ അയ്യോ അയ്യോ. ലാസ്റ്റ് ആയിട്ട് ഫൈനലായിട്ട് ഒരേ ഒരു കാര്യം ചെയ്തിട്ട് പോവാം. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നൈറ്റ് ക്യാമറ മാത്രം വെച്ചിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ, ഇതാണ് ലാസ്റ്റ് നീക്ക് ക്യാമറ പിടിക്കും എന്തെല്ലാവട്ടെ എന്തെല്ലാവട്ടെ പണ്ടാകട്ടെ വിട്ടേക്ക്. അത് മാത്രം ലാസ്റ്റ് നോക്കിയിട്ട് ഇവിടുന്ന് പോവാണ്. ഓക്കെ, എനിക്ക് പണി കിട്ടും, 8 മണി കിട്ടണം ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങനെ നൈറ്റ് ക്യാമറ മാത്രം ഓൺ ചെയ്ത് വെച്ചിട്ട് ട്രൈ ചെയ്യാം. ഞങ്ങൾ വന്നിട്ട് ഈ ഫുൾ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് ഫുൾ ഇരുട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങോട്ട് കാണിക്കാൻ ഇങ്ങോട്ട് കാണിക്കും, ഈ ഫോണിൽ കാണിക്കും ക്യാമറ. ഞങ്ങൾക്ക് ഫുൾ ഇരുട്ടിച്ചിരിക്കുകയാണ്. സോ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് ഞാൻ അജീവ് വന്നിട്ട് വന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നോക്കാം എന്തെങ്കിലും ക്യാപ്ചർ ആവുന്നുണ്ടല്ലോ. നമുക്ക് അത്രമാത്രം ഭയങ്കരമായിട്ട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നു. സോ നമുക്ക് എന്തെങ്കിലും ലൈറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് പഠിക്കുന്നു. ബ്രോ ക്യാമറ ഫോണിൽ കൂടെ കിട്ടുന്നുണ്ടാക്കിയ വീഡിയോ കറക്റ്റായിട്ട്. എവിടുന്ന കേൾക്കുന്നുണ്ട് സൗണ്ട്? സൗണ്ട് അടുത്തുകൊണ്ടിരുന്നു. സൗണ്ട് എവിടെ നിൽക്കുന്നത് ബ്രോ? സൗണ്ട് ഇവിടെ നിൽക്കുന്നേ ബ്രോ. ബ്രോ എന്താ കണ്ടു? ബ്രോ നോക്കി ബ്രോ, എത്ര ബ്രോ? എന്റെ ദൈവമേ ബ്രോ, കണ്ട് എന്താ കണ്ടു? എന്റെ ദൈവമേ, ക്ലിയർ ക്യാപ്ചർ. എന്ത് പറഞ്ഞത്? ചക്കായോ? പിടിച്ചപ്പം പിടിച്ച് കൊടുത്ത് നോക്കാം. എന്റെ പിടിച്ച് അയ്യോ എന്താ ബ്രോ? ബ്രോ പേടിയാണ്ട് ബ്രോ. ഇവിടെ കണ്ട നമ്മള് കണ്ട്
പേടി. ഗൈസ് ഞങ്ങൾ ഇവിടെ വെച്ചാണ് കണ്ടത് കറക്റ്റായിട്ട്. ഇവിടെ വെച്ചാണ് നമ്മൾ കറക്റ്റായിട്ട് കണ്ടത്. കാരണം ഇവിടുന്ന് നടന്ന് ഇങ്ങനെ പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇവിടെ നടന്ന് പോകുന്നതായിട്ട് കണ്ടത്, ക്ലിയർ ആയിട്ട് കണ്ടത്. ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് പോകുന്നതായിട്ട് കണ്ടത് ക്ലിയർ ആയിട്ട്. എനിക്ക് എന്താണ് പിടുത്തം കിട്ടുന്നില്ല. ഫുള്ള് പാടാ, നമുക്ക് മനസ്സിലാവും. ലൈറ്റ് ഉണ്ട്. ഇപ്പൊ എത്ര ഉള്ളു. ഇനിയിപ്പോ എനിക്ക് ഞങ്ങൾ ഈ ഒരു സ്പോട്ടിൽ ഞങ്ങളെ നൈറ്റ് വിഷൻ ഞങ്ങൾ ക്ലിയർ ആയിട്ട് ഇവിടെ കണ്ടത്, ക്യാപ്ചർ ചെയ്തത്. ഞങ്ങൾ ഇവിടെ വെച്ചാണ് ക്ലിയർ ആയിട്ട് ആ രൂപത്തെ ക്യാപ്ചർ ചെയ്തത്. സോ പക്കയായിട്ട് ക്യാപ്ചർ ആയിട്ടുണ്ട്, സൂപ്പറായിട്ട് ക്യാപ്ചർ ആയിട്ടുണ്ട്. മതി നമുക്ക് പോയിനി. ലക്ക് ഉണ്ടെങ്കിൽ എനിക്ക് നൈറ്റ് വിഷൻ എനിക്ക് ഒരിക്കലും കിട്ടത്തില്ല. സോ ലക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ലക്കുണ്ട്, നിങ്ങൾക്ക് ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാമറ കുട്ടിക്ക് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. മതി പോവാ. സമയം 4 മണിയാറായി, വെളുപ്പിന് 4 മണി ആറായി സമയം. സോ നമ്മൾ നിർത്തിട്ട് പോകാറായി. നമ്മൾ പോകാൻ പോവാണ്. എന്തായാലും ഇനിയിപ്പോ ഹമ്മിങ് സൗണ്ട് ക്ലിയർ ആയിട്ട് ഹമ്മിങ് സൗണ്ട് ഇരിക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് 4 മണി ഗൈസ്, 4 മണി കിട്ടുമല്ലോ തന്നെ. ഗൈസ് 4 മണി ആകാറായി. ഇത് കുറച്ച് കഴിഞ്ഞാൽ നേരം വിളിക്കും. അപ്പോഴത്തേക്ക് ഇവിടെയുള്ള ആൾക്കാരൊക്കെ എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്, അടുത്തുള്ളവരൊക്കെ. സോ പെട്ടെന്ന് നമ്മൾ പോകാൻ പോകുന്നു. ഓക്കെ പോവാം. ബ്രോ 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 എന്താ ബ്രോ 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 സൂര്യ ബ്രോ ബ്രോ എന്ത് പറ്റി ബ്രോ? ബ്രോ 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 പറയ് ബ്രോ, എന്താ ബ്രോ, എന്താ കാര്യം? എന്താ ഛർദിച്ചേ? ഞാൻ അപ്പോഴേ പറയുമായിരുന്നു പോവാ, എവിടുന്ന് പോവാന്നൊക്കെ. ഇഷ്ടം പോലെ തവണ ഞാൻ പറഞ്ഞതല്ലേ, വല്ലതും കഴിക്കാൻ പറഞ്ഞാണ്. ആ ബ്രോ നമുക്ക് പോവാ ബ്രോ. ബ്രോ ബ്രോ പോവാ ബ്രോ, നിക്കണ്ട ബ്രോ ഇവിടെ, നമുക്ക് പോവാ. വാ എഴുന്നേക്ക്, വാ ബ്രോ, എഴുന്നേക്ക് ബ്രോ. ബ്രോ വാ ബ്രോ, ഇവിടെ ഇരുന്നാലും ഇത് കൂടുള്ളൂ. വാ പോവാ, എഴുന്നേക്ക്. ബ്രോ മതി, പറഞ്ഞേക്ക്. ഇനി കണ്ട സൗണ്ടിന്റെ പറയാൻ പോകണ്ട, വാ പോവാ നമുക്ക്. സൗണ്ട് ചെയ്ത് നടത്തുന്ന വാ ബ്രോ, പോവാ ബ്രോ. ഇത്രയുള്ളൂ. പിന്നെ സ്റ്റോപ്പ് വേണം, എനിക്ക് ഒട്ടും വയ്യ. എനിക്ക് ഞാൻ വിളിച്ചോ, എനിക്ക് പറയുന്നത് സംസാരിക്കുന്നു. I got nightmares in my head, I fear